വിജയ്ക്കെതിരെ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധം അതിൽ കൂടി മുന്നിൽ കാണണം. വിജയുടെ വീടിന് മുന്നിൽ വലിയ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിജയ് ഇനി പുറത്തേക്കിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതുകൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. ഒപ്പം വിജയിയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതിലേക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വിജയുടെ അറസ്റ്റ് ഉണ്ടായാലും വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. അതുകൂടി സർക്കാർ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ആര്യ, നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, അടുത്തിടെ ഉണ്ടായിട്ടുള്ള ബംഗളൂരുവിൽ IPL ഫൈനലിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ദുരന്തം, അതിൽ നിരവധി പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യണം നടക്കുമുള്ള വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. ആവശ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ അത്തരത്തിലൊരു കടുത്ത നടപടികളിലേക്ക് ഈ ഒരു സാഹചര്യത്തിലും പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മണ്ടത്തരം ഈ DMK സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് വിജയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു കളങ്കം മാറിക്കിട്ടാൻ വളരെ സഹായകമാകും. വിജയ്ക്കൊപ്പം നിൽക്കാൻ നിരവധി പേർ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. യുവാക്കളെ കൂടുതൽ ആകർഷിക്കാൻ പറ്റി എന്ന് തന്നെയാണ് TVK വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതൊരു പരിധിവരെ DMK തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളും അത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കാണുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് DMK സർക്കാർ നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും TVK എതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം നടക്കണം. ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇത്രയും അധികം ആളുകൾ, സ്വാഭാവികമായും അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒരു രാഷ്ട്രീയക്കാരനപ്പുറം ഒരു സിനിമാ താരമാണ് വരുന്നത്. തമിഴ്നാടിനെ സംബന്ധിച്ച്, സിനിമയെ സംബന്ധിച്ച് അവിടെ എത്രത്തോളം ആളുകൾ അതിനെ സ്നേഹിക്കുന്നുണ്ട്, ഹൃദയം കൊണ്ട് അവർ അതിനെ എത്രത്തോളം വലിയ രീതിയിലാണ് കാണുന്നതെന്നൊക്കെ അവർക്കെല്ലാം കൃത്യമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ വിജയ് പോലുള്ള ഒരു വലിയ താരം ഇത്തരത്തിലൊരു പ്രചരണവുമായി രംഗത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പര്യടനമായി വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന കണക്കുകൾ കൊണ്ട് ഒരു തരത്തിലും ആളുകൾ ഇത്രയും എത്തൂ, അല്ലെങ്കിൽ ഇത്രയും എത്താൻ പാടുള്ളൂ എന്ന് ഒരിക്കലും നിർദ്ദേശിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അത്തരത്തിൽ സർക്കാർ നൽകി, അല്ലെങ്കിൽ പോലീസ് നൽകിയിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് അന്ന് അത് കീറിക്കളയുന്ന, അല്ലെങ്കിൽ ആ ഒരു നിബന്ധനകളൊക്കെ വിജയ് തന്നെ പരസ്യമായി കീറിക്കളയുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ അല്പസമയത്തിന് മുമ്പ് DGP തന്നെ വ്യക്തമാക്കി ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് 10,000 മുതൽ അല്ലെങ്കിൽ 20,000 വരെ ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്നുള്ളതാണ്. പക്ഷേ ഒരു ചോദ്യം, 20,000 ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി 500 പോലീസ്മാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്രയും പേരെ മതിയോ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ആൾക്കൂട്ടം കൂടി എത്താനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട്? അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അക്കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? സ്വാഭാവികമായും എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എത്താറുണ്ട്. സംസ്ഥാനത്ത് എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് കൃത്യമായി അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായി ആളുകളെ നിയോഗിച്ചില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു വിമർശനം TVKയുടെ ഭാഗത്തുനിന്ന് വരുന്നവരാണ്. പക്ഷേ അത് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി പ്രതിരോധിച്ച് TVKയ്ക്കും ഒപ്പം തന്നെ വിജയ്ക്കും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, ഇതിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രത്യേകിച്ച് വിജയുടെ ഭാഗത്ത് നിന്ന് ആദ്യ ഒരു വർഷം വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ രണ്ടാം വർഷത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് DMKക്കെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനുമെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഇത്തരത്തിൽ ഉന്നയിച്ചുകൊണ്ട് താരം രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അതായത് DMK ഒരു രാഷ്ട്രീയ ശത്രുവായി വിജയ് പ്രഖ്യാപിച്ചത് അതൊരു വലിയ വിഡ്ഢിത്തരമായി പോയി എന്നുള്ളൊരു വിലയിരുത്തൽ ഈ രാഷ്ട്രീയ വിദഗ്ധരൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരേപോലെ രംഗത്തിറങ്ങി മുന്നോട്ട് പോകുന്നൊരു പശ്ചാത്തലം, ഒരു ഇന്ത്യ സഖ്യമെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു DMKക്കെതിരെ ഇത്രയും വലിയ, അതായത് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു രീതിയിലുള്ളൊരു പ്രഖ്യാപനം വിജയുടെ ഭാഗത്ത്, വിജയ് എന്ന തുടക്കക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടിയൊക്കെ നേരത്തെ പുറത്തു വന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2026 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്തിടെ നടന്നിട്ടുള്ള ഈറോഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ TVK സ്ഥാനാർത്ഥിയെ നിർത്താതെ 2026 മാത്രം ഫോക്കസ് ചെയ്യാൻ മതി എന്നുള്ള ഒരു നിർദ്ദേശം വിജയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മത്സരരംഗത്തേക്ക് ഇറങ്ങിയില്ല. പക്ഷേ അതിലൊരു പരാജയം നേരിട്ടാൽ അത് 2026
2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോട്ടം ഉണ്ടാകും. അത് ടി.വി.ക്ക് സംബന്ധിച്ച് ഒരു പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് വിജയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അത്തരത്തിലൊരു തീരുമാനം വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അത്രത്തോളം കരുതലോടുകൂടി നീങ്ങിയതിനിടയിലാണ്, അല്ലെങ്കിൽ 2026 ഒരുപക്ഷെ ഭരണത്തിലേക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും തന്നെ അത്തരത്തിൽ സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും തന്നെ കൂടുതൽ സീറ്റുകൾ, പ്രത്യേകിച്ച് അണ്ണാ DMKയുടെ ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറെ കാലങ്ങളായി അണ്ണാ DMKക്ക് അവിടെ വലിയ രീതിയിൽ മുന്നേറാൻ പറ്റാത്തൊരു സാഹചര്യം, ആ സീറ്റുകൾ വിജയിലേക്ക് വരും, അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുന്നു. അത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ, വിജയ് എന്ന സിനിമാ താരത്തിനപ്പുറം ഏത് തരത്തിലായിരിക്കും ഇതിന് തന്ത്രം വിനയുക എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ തന്നെ ടി.വി.ക്കെയും വിജയും ഈ വിഷയത്തെ എങ്ങനെ ഇനി പ്രതിരോധിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും വിജയ്ക്ക് ഇതൊരു വലിയ ക്ഷീണം തന്നെ, രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് വലിയ ക്ഷീണം തന്നെ ഉണ്ടാകും. പക്ഷെ അപ്പോഴും മറ്റ് പാർട്ടികൾ ആരും വിജയിയെ ഇപ്പോഴും വില കുറച്ച് കാണുന്നില്ല, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ പേരിൽ വിജയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു പ്രഭാവം ഇല്ലാതായി പോകും, അത് വോട്ടാക്കാനുള്ള ശക്തി ഇല്ലാതായി പോകുമെന്ന് അവരും കരുതുന്നില്ല. ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കാം മിഥുൻ ഇത്തരത്തിൽ കരുതലോടുകൂടിയാണ് ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. വിജയ് കൃത്യമായി ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല, ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന തരത്തിൽ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് അത്രത്തോളം രൂക്ഷമായ വിമർശനമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരാരും വിലയിരുത്തുന്നില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലിൽ എത്തി നിൽക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ വിജയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനോ അതിരൂക്ഷമായി വിമർശിക്കാനോ ഒരു പാർട്ടിയും തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടോ അവിടെ? ആര്യ, നിലവിലിപ്പോൾ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിജയ് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. വിജയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് കടുത്ത നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ നമുക്ക് അതിൽ ചേർത്ത് വെക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുലർച്ചെ തന്നെ ഈ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ ഒക്കെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കരൂരിലെത്തുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലും പിന്നീട് മോർച്ചറിയിലേക്കുമൊക്കെ പോയി അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും തന്നെ വിജയെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇതുവരെയും MK സ്റ്റാലിൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായും എടുത്തു കാണപ്പെടേണ്ടത്. ഇത്തരത്തിൽ ഒരു വിമർശനം MK സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് വിജയ്ക്ക് തന്നെയാണ് എന്ന് കൃത്യമായി MK സ്റ്റാലിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനത്തിലേക്ക് ഈ MK സ്റ്റാലിൻ കടക്കാത്തതെന്നാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. അത് DMK സംബന്ധിച്ച് ഒരു തുടർഭരണം ഉറപ്പാക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഉണ്ട്. ഏതായാലും മറ്റു